ഹായ് ഓൾ, മാത്സ് സർവൈവലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SSLC മാത്തമാറ്റിക്സിലെ തേർഡ് ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൻ്റെ റിവിഷനാണ് നോക്കുന്നത്. അപ്പം വളരെ ഈസി സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. അപ്പം അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിലെ മെയിൻ കൺസെപ്റ്റുകളും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിലെ മെയിൻ കൺസെപ്റ്റ് പ്രോബബിലിറ്റി വേരി ചെയ്യുന്നത് 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും എന്നുള്ളതാണ്. പ്രോബബിലിറ്റി വേരീസ് ബിറ്റ്വീൻ 0 and 1. അതായത് ലീസ്റ്റ് പ്രോബബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും ആൻഡ് ദ ഹയസ്റ്റ് പ്രോബബിലിറ്റി ഈസ് 1. അപ്പോൾ 0യിലും കുറവ്, നമ്മൾ ഏതൊരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാലും 0യിലും കുറവ് നമുക്ക് കിട്ടില്ല ഒരു കാരണവശാലും പ്രോബബിലിറ്റി, 1ലും കൂടുതലും കിട്ടില്ല. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അങ്ങനെ 0യിലും കുറവോ 1ലും കൂടുതലോ, അതായത് നെഗറ്റീവ് വരില്ല എന്നാണ് 0യിലും കുറവെന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ 0യിലും കുറവോ 1ലും കൂടുതലോ കിട്ടിയെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ നമ്മുടെ ആൻസർ തെറ്റിപ്പോയി എന്ന്. അപ്പോൾ പ്രോബബിലിറ്റി 0യ്ക്കും 1നും ഇടയ്ക്ക് മാത്രമേ വേരി ചെയ്യുള്ളൂ. 0യും 1ഉം ആകാം അതിനിടയ്ക്ക്, 1/2, 1/3, 1/4 അങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷൻസ് ആൻസേഴ്സ് ആയിട്ട് വരാം പ്രോബബിലിറ്റിക്ക്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. There are 24 beads in a box, some white and some black. The probability of drawing a white bead from it is 1/3. How many white beads are there in the box? And how many black? And how many black beads should be removed to make the probability of drawing a white bead 1/2? ഇപ്പോൾ ഒരു ബോക്സിൽ ആകെ 24 ബീഡ്സ് ഉണ്ട്. അതിൽ കുറച്ച് വൈറ്റ് ആണ്, കുറച്ച് ബ്ലാക്ക് ആണ്. ഒരു വൈറ്റ് ബീഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 1/3 ആണെന്ന്. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ആണ് തന്നിരിക്കുന്ന, വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണമല്ല. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ഇൻ ദ ബോക്സ്. അപ്പോൾ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? ആകെ ഈ ബോക്സിൽ എത്ര ബീഡ്സ് ഉണ്ട്? 24 ബീഡ്സ് ആണുള്ളത്. സോ 24 ആണ് ടോട്ടൽ ഔട്ട്കംസ്. അതിൽ ഫേവറബിൾ ഔട്ട്കം എത്രയാണെന്ന് നമുക്കറിയില്ല. അതായത് അതിനകത്ത് എത്ര വൈറ്റ് ബീഡ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ വരുന്നത് പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് എ വൈറ്റ് ബീഡ് ഈക്വൽ ടു, ഓർ പ്രോബബിലിറ്റി ഓഫ് എ വൈറ്റ് ബീഡ് ഈക്വൽ ടു നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ആണ്. അതിൽ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് നമുക്കറിയില്ല, നമുക്കതിന് x എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ 24 ആണ്. പക്ഷേ നമുക്ക് ആൻസർ അറിയാം, അത് എത്രയാണ്? 1/3 ആണ് പ്രോബബിലിറ്റി. അതായത് ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പം, ഈ ഒരു ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 1/3 കിട്ടി. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ x കണ്ടുപിടിക്കാം? അപ്പോൾ ഒന്നെങ്കിൽ നമുക്കറിയാം, ഇക്വേഷൻ സോൾവിങ് നമുക്കറിയാം, ഒന്നെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ 3നെ എന്ത് ചെയ്യുമ്പോഴാണ് 24 കിട്ടുന്നത്? 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. സോ സെയിം 8 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ഈസ് 8/24. 24 ആണ് ഡിനോമിനേറ്റർ എങ്കിൽ ഉറപ്പായിട്ടും മേളിൽ വരുന്ന ന്യൂമറേറ്റർ 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ 1/3 കിട്ടത്തുള്ളൂ. therefore നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, ഈ ബോക്സിനകത്തുള്ള നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എത്രയാണ്? 8 ആണ്. സോ 8 ആണ് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് എത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ടെന്ന്. ഹൗ മെനി ബ്ലാക്ക്? സോ ടോട്ടൽ 24 ബീഡ്സ് ആണുള്ളത്. അതിൽ 8 എണ്ണം വൈറ്റ് ബീഡ്സ് ആണ്. അപ്പോൾ ബാക്കി എത്രയുണ്ടാകും ബ്ലാക്ക് ബീഡ്സ്? 24 - 8, ദാറ്റ് ഈസ് 16 ബ്ലാക്ക് ബീഡ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബ്ലാക്ക് ബീഡ് ഷുഡ് ബി റിമൂവ്ഡ് ടു മേക്ക് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബീഡ് 1/2? അപ്പോൾ നമുക്കറിയാം ഇവിടെ ബ്ലാക്ക് ബീഡ്സ് ആണ് കൂടുതൽ, 16 ബ്ലാക്ക് ബീഡ്സും 8 വൈറ്റ് ബീഡ്സേ ഉള്ളൂ. പക്ഷേ നമുക്ക് വൈറ്റ് ബീഡ്സിൻ്റെ പ്രോബബിലിറ്റി 1/2 ആക്കണം. അത് 1/3 ആയിരുന്നു നേരത്തെ. 24 ബീഡ്സ് ആ ബോക്സിലുണ്ടായിരുന്നപ്പം ഇറ്റ് ഈസ് 1/3 ആയിരുന്നു. നമുക്ക് ആ 1/3 മാറ്റി 1/2 ആക്കണം പ്രോബബിലിറ്റി. അപ്പം നമുക്കറിയാം ഇപ്പോൾ വൈറ്റ് ബീഡ്സ് എത്രയാണ് ഉള്ളത്? 8 ആണുള്ളത്. അപ്പോൾ അത് 1/2 ആവണമെങ്കിൽ 1/2 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ നേരെ ഹാഫ്.
അപ്പം എത്ര ടോട്ടൽ ഉണ്ടായിരിക്കണം അവിടെ? 16 ടോട്ടൽ ഉണ്ടായിരിക്കണം. ഔട്ട് ഓഫ് 16-ലാണ് 8 വൈറ്റ് ബീഡ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി 1/2 കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി 24 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിനെ 16 ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ വൈറ്റ് ബീഡിൻ്റെ പ്രോബബിലിറ്റി 1/2 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര ബ്ലാക്ക് ബീഡ്സ് ആണ് റിമൂവ് ചെയ്യേണ്ടത് നോക്കണം. ഇവിടെ നമുക്ക് ബ്ലാക്ക് ബീഡ്സ് ആണ് റിമൂവ് ചെയ്യേണ്ടത്. ബ്ലാക്ക് ബീഡ് ഷുഡ് ബി റിമൂവ്ഡ് ടു മേക്ക് ദ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബീഡ് 1/2. അപ്പോൾ വൈറ്റ് ബീഡ്സ് എത്രയുണ്ടോ അത് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. വൈറ്റ് ബീഡ് 8 ആയിരുന്നുള്ളത്, അത് 8 ആയിട്ട് തന്നെ നിൽക്കും. 1/2 വരണമെങ്കിൽ ടോട്ടൽ 16 വരണം. സോ 1/2 പ്രോബബിലിറ്റി വന്നു. അപ്പം അങ്ങനെയാകുമ്പോൾ എത്ര ബ്ലാക്ക് ബീഡ്സ് ആയിരിക്കും നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്? ആകെ 24 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ നമുക്ക് 16 ഉള്ളൂ. അപ്പോൾ എത്ര റിമൂവ് ചെയ്തു? 8 ആയിരുന്നു. 8 ബ്ലാക്ക് ബീഡ്സ് വി നീഡ് ടു റിമൂവ്. Therefore the number of black beads should be removed equal to 8. അടുത്ത question. There are 50 children in a class, 30 of them are boys. There are 40 children in another class and 25 of them are boys. One student is taken from each class at random. What is the total number of outcomes? What is the probability of both being girls? What is the probability of both being boys? And what is the probability of having one boy and one girl? അപ്പം ഒരു ക്ലാസ്സിൽ ആകെ 50 ചിൽഡ്രൻ ഉണ്ട്, അതിൽ 30 ബോയ്സ് ആണ്. അപ്പം ഞാൻ 2 ക്ലാസ്സസ് ഒന്ന് വരയ്ക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്ലാസ് ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ക്ലാസ്. This is the second class. So class എയും ക്ലാസ് ബിയും ആയിട്ട് കൊടുക്കാം. ഈ ക്ലാസ്സിൽ ആകെ 50 ചിൽഡ്രൻ ഉണ്ട്, ആകെ 50 പേരുണ്ട്. അതിൽ 30 പേര് ബോയ്സ് ആണ്. സോ 30 ബോയ്സ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര പേര് ഗേൾസ് കാണും? 20 ഗേൾസ് ഉണ്ടാകും. ഇനി ഇവിടെ സെക്കൻഡ് ക്ലാസ്സിൽ there are 40 ചിൽഡ്രൻ. അപ്പോൾ ഇവിടെ ആകെ 40 ചിൽഡ്രൻ ആണുള്ളത്, അതിൽ 25 ബോയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഗേൾസ് കാണും? 15 ഗേൾസ് ഉണ്ടാവും. വൺ സ്റ്റുഡൻറ്റ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച് ക്ലാസ് അറ്റ് റാൻഡം. അപ്പം 2 ക്ലാസ്സുകളിൽ നിന്നും ഓരോ സ്റ്റുഡൻറ്റിനെ എടുത്തു. ക്ലാസ് എയിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റിനെ എടുത്തു, ബിയിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റിനെ എടുത്തു, റാൻഡമായിട്ട് എടുത്തു. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര പേയേഴ്സ് അവിടെ കാണും ഉള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര ടോട്ടൽ പേയേഴ്സ് നമുക്ക് അവിടുന്ന് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസ് എയിൽ ആകെ 50 സ്റ്റുഡൻസ് ആണ് ഉണ്ടായിരുന്നത്, ക്ലാസ് ബിയിൽ ആകെ 40 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ പേയേഴ്സ് എത്ര പറ്റും? അതിൻ്റെ പ്രൊഡക്റ്റാണ് 50 × 40, ദാറ്റ് ഈസ് 2000 പേയേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും ഗേൾസ് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി. അപ്പോൾ രണ്ടും ഗേൾസ് ആകാനായിട്ട് ഈ ഒരു പ്രോബബിലിറ്റി ഉള്ളൂ. 20 ഗേൾസ് ഇവിടെയുണ്ട്, ഇവിടെ 15 ഗേൾസ് ഇവിടെയുണ്ട്. ഒന്നെങ്കിൽ ക്ലാസ് എയിൽ നിന്ന് ഈ 20 ഗേൾസിൽ ഒരാളെ ചൂസ് ചെയ്യണം, ക്ലാസ് ബിയിൽ നിന്ന് ഈ 15 ഗേൾസിൽ ഒരാളെ ചൂസ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി എത്രയായിരിക്കും? അവിടെ വരുന്ന ഫേവറബിൾ ഔട്ട്കംസ് എത്രയായിരിക്കും? 20 × 15 ആയിരിക്കും വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര തന്നെയാണ്? ഈ 2000 തന്നെ വരും അല്ലേ? അതിനെ നമുക്ക് വേണമെങ്കിൽ 50 × 14 തന്നെ എഴുതാം. ടോട്ടൽ ഔട്ട്കംസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 2000 ആണെന്ന്, 50 × 40 ആണെന്ന്. സോ ഔട്ട് ഓഫ് 50 × 40 the probability here it is 20 × 15 because 20 ഗേൾസ് ആണ് ആദ്യത്തെ ക്ലാസ്സിലുള്ളത്, രണ്ടാമത്തെ ക്ലാസ്സിൽ 15 ഗേൾസും ആണ് ഉള്ളത്. ഇനി ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 0 യും 0 യും ക്യാൻസൽ ചെയ്ത് പോകും. 2 ഇവിടെ 2 വരും. 15 there are 3 5s and 50 there are 10 5s. So the answer becomes 3/20. So 3/20 ആണ് ഇവിടുത്തെ പ്രോബബിലിറ്റി, രണ്ടും ഗേൾസ് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ടും ബോയ്സ് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ബോയ്സ് ഇവിടെ 30 ബോയ്സ് ആണുള്ളത്, ഇവിടെ 25 ബോയ്സും. അപ്പോൾ ഇത് രണ്ടുമേ പെയർ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയർ ഓഫ് ബോയ്സ് എത്ര വരും?
30 into 25 and out of എത്ര 50 into 40. കട്ട് ചെയ്യാം. 50ക്കകത്ത് 2 0യും 0യും കട്ട് ചെയ്ത് പോയി. സോ ദ ആൻസർ ബിക്കംസ് 3/2 times 4 8 എന്ന് വരും. സോ 3/8 ആണ് രണ്ടും ബോയ്സ് ആവാനായിട്ടുള്ള പ്രോബബിലിറ്റി. ലാസ്റ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് 1 boy and 1 girl? ഒരു ബോയും ഒരു ഗേളും വരാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ബോയും ഒരു ഗേളും വരാൻ, ഇപ്പോൾ സപ്പോസ് ക്ലാസ് എയിൽ നിന്ന് ബോയിനെയാണ് ചൂസ് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ക്ലാസ് ബിയിൽ നിന്ന് ഏതേ പറ്റത്തുള്ളൂ? ഗേളെ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഒരു ബോയും ഒരു ഗേളുമാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോയ്സ് വരാം. ദിസ് ഈസ് എ ചോയ്സ് 30 times 15 അങ്ങനെ വരാം. പിന്നെ വരാൻ പറ്റുന്നത്, ഇനി ക്ലാസ് എയിൽ നിന്ന് ബോയിനെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ബോയും ഒരു ഗേളും വേണം എന്നാണ്. അപ്പോൾ ഒരു ബോയ് ഇവിടുന്ന് ചൂസ് ചെയ്താൽ ഇവിടുന്ന് ഒരു ഗേളെ പറ്റത്തുള്ളൂ. ഇനി സപ്പോസ് ഇവിടുന്ന് ഒരു ഗേളിനെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ഒരു ബോയിനെയും പറ്റത്തുള്ളൂ. അപ്പോൾ 20 times 25 എന്ന് വരും. അടുത്ത പെയർ 20 times 25. വേറെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഒന്നും അവിടെ ഇല്ല. ഗേളും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബോയ് ഒരു ഗേൾ അങ്ങനെയാണ്. ഔട്ട് ഓഫ് എത്ര? ഇത് തന്നെ 50 times 40 തന്നെ ടോട്ടൽ പെയേഴ്സ് വരും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30 times 15 എന്ന് പറയുന്നത് 450 എന്ന് വരും. പ്ലസ് 20 times 25 എന്ന് പറയുമ്പോൾ 500 വരും. ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദിസ് ഈസ് 2000 അല്ലേ? നമ്മൾ ഓൾറെഡി ചെയ്തതാണ് 2000. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 950 ഡിവൈഡഡ് ബൈ 2000. 0 ക്യാൻസൽ ചെയ്ത് പോകും. 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 19 കിട്ടും. ഇവിടെ 40 കിട്ടും. സോ ദ ആൻസർ ഈസ് 19 ഡിവൈഡഡ് ബൈ 40. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ജിയോമെട്രിക് പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട്. അപ്പോൾ ഷെയ്ഡഡ് പാർട്ടിൽ ഒരു ഡോട്ട് വരാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളൊരു ഡോട്ട് ഇടുവാണെങ്കിൽ, അപ്പോൾ ജിയോമെട്രിക് പ്രോബബിലിറ്റിക്ക് ഒരു ഡെഫിനിഷനുണ്ട്. ജിയോമെട്രിക് പ്രോബബിലിറ്റി ഈക്വൽ ടു area of the required part divided by total area. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ ഏരിയ അല്ലേ? ഇപ്പോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡിനെ എ എന്ന് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഏരിയ മീൻസ് എ സ്ക്വയർ എന്ന് വരും. സോ ഔട്ട് ഓഫ് എ സ്ക്വയർ ഏരിയ ഓഫ് റിക്വയർഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഷെയ്ഡഡ് പാർട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ ടോട്ടൽ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ സർക്കിളിൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്യണം. സോ ടോട്ടൽ സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ്. ഇനി സർക്കിളിൻ്റെ ഏരിയ എന്ത് വരും? സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr² ആണ്. അപ്പോൾ ഇവിടെ r എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡയമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ തന്നെ വരും അല്ലേ? ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നെയാണ് സർക്കിളിൻ്റെ ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് എന്ത് വരും? റേഡിയസ് a/2 എന്ന് വരും. അപ്പോൾ πr² എന്ന് പറയുമ്പോൾ π ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് a/2 വരും. a/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് a² മൈനസ് πa²/4 ബിക്കോസ് 2ൻ്റെ സ്ക്വയർ 4 ആണ്, ഡിവൈഡഡ് ബൈ a² എന്ന് വരും. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4a² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 4a² മൈനസ് 1 ഇൻറ്റു πa². സോ മൈനസ് πa² ഡിവൈഡഡ് ബൈ a² എന്ന് വരും. ആൻഡ് വി ക്യാൻ ടേക്ക് ദിസ് a² ഔട്ട്സൈഡ് ഫ്രം ദീസ് ടു. സോ a² ഇൻറ്റു 4 മൈനസ് π divided by a² എന്ന് വരും. and a² get cancelled, so that the answer becomes 4 minus π. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി, റിക്വയർഡ് പ്രോബബിലിറ്റി ഇവിടെ.
അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഷെയ്ഡഡ് പാർട്ടിൻ്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ എന്താണോ അവിടെ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഔട്ട് ഓഫ് ടോട്ടൽ ഏരിയ വി നീഡ് ടു ടേക്ക് ദ ഏരിയ ഓഫ് റിക്വയർഡ് പാർട്ട്. അങ്ങനെ എല്ലാ ജിയോമെട്രിക് പ്രോബബിലിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 3 പാർട്സാണ് സാധാരണ പ്രോബബിലിറ്റി എന്ന് വരാൻ ചാൻസ് കൂടുതൽ. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഇപ്പോൾ ഒരു ബോക്സിൽ 8 ബീഡ്സ് ഉണ്ട്, അതിൽ 4 ബ്ലാക്ക് ആണ്, 4 വൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വൈറ്റ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്ര? അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും അല്ലാതെ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് നന്നായിട്ട് പഠിക്കുക. ബൈ.